ശ്രീധർ, മഹാരാഷ്ട്ര NDA സഖ്യം തൂത്തുവാരിയിരിക്കുകയാണ്. മഹായുതി, മഹാവികാസ് അഘാഡി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇവർ വിചാരിച്ചത് മഹാരാഷ്ട്രയിൽ കുറഞ്ഞതൊരു 100 സീറ്റെങ്കിലും അധികാരം പിടിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 100 സീറ്റെങ്കിലും കിട്ടാതെ ഇവർ പരാജയപ്പെടുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ മഹാരാഷ്ട്രയിൽ തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായും അത്തരത്തിലാണ്. പ്രതിപക്ഷ നേതാവിനെ പോലും സ്വന്തമാക്കാൻ കഴിയാതെയാണ് വലിയ തകർച്ചയിലേക്ക് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി ഇപ്പോൾ അത്രയ്ക്ക് തരിപ്പണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് 100-ലധികം സീറ്റിൽ മത്സരിച്ചിട്ട് വെറും 16 സീറ്റിലേക്ക് ഒതുങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. എന്തായാലും ഈ കേരളത്തിന് സമാനമായ രീതിയിൽ തന്നെ പാലക്കാടെല്ലാം തോൽവിക്ക് പിന്നാലെ BJPയിൽ വലിയ പൊട്ടിത്തെറിയും ഈ ഗ്രൂപ്പ് വിഭാഗീയതയും എല്ലാം പുറത്തു വരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെ കോൺഗ്രസിനുള്ളിലും ചേലക്കരയിൽ പ്രാദേശികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇതിനേക്കാളെല്ലാം ഇരട്ടിയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ മഹാവികാസ് അഘാഡിയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് കഴിഞ്ഞ ഏറ്റവും അധികം ലോക്സഭാ ഉള്ളതും നിയമസഭാ സീറ്റുകളുമുള്ള ഒരു സംസ്ഥാനമാണ് ഈ മഹാരാഷ്ട്ര. പ്രത്യേകിച്ച് അറിയാം, മുംബൈ പോലുള്ള നഗരങ്ങൾ ഒരു പാർട്ടിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഫണ്ട് വേണം. അതിന് ഏറ്റവും കൂടുതൽ എല്ലാ പാർട്ടിക്കും ഫണ്ട് ലഭിക്കുന്നത് ഈ മുംബൈ ഉൾപ്പെടെയുള്ള പൂനെ ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്നാണ്. അവിടെയാണല്ലോ ഏറ്റവും അധികം കോടീശ്വരന്മാരുള്ളത്. ഈ പാർട്ടികൾക്ക് ഏറ്റവും അധികം സംഭാവനകൾ ലഭിക്കുന്ന ഒരു പ്രദേശം സ്വന്തമാക്കണമെന്നത്, അവിടെ ഭരിക്കണമെന്നത് എല്ലാ പാർട്ടിയുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം വെച്ചായിരുന്നു ഈ കോൺഗ്രസ് മുന്നോട്ട് പോയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ അവിടെ കഴിഞ്ഞിരുന്നു. അവിടെ 48 സീറ്റിൽ 31 സീറ്റിലധികം കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നേടാൻ കഴിഞ്ഞു. 13 സീറ്റ് കോൺഗ്രസ് നേടി. ആ പശ്ചാത്തലത്തിൽ വീണ്ടും തങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് ചർച്ചയുമുണ്ടായിരുന്നു, ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ. കാരണം കോൺഗ്രസിന് ചിലപ്പോൾ സീറ്റ് കൂടുതൽ ലഭിക്കാം, അതോടൊപ്പം തന്നെ ശിവസേനയ്ക്കും സീറ്റ് കൂടുതൽ ലഭിക്കാം. അങ്ങനെ ഇവർ തമ്മിൽ ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെ തർക്കമുണ്ടായിരുന്നു. അത്രയ്ക്ക് പ്രതീക്ഷയായിരുന്നു തങ്ങൾ അധികാരത്തിലെത്തുമെന്ന രീതിയിലുള്ള. പക്ഷെ പൂർണ്ണമായി തന്നെ തകർന്നടിഞ്ഞു. പ്രതിപക്ഷ നേതാവിനെ പോലും ഇനി അവിടെ നിശ്ചയിക്കാൻ ഈ പാർട്ടികൾക്ക് കഴിയില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തോൽവിക്ക് പിന്നാലെ അവിടെ ചുമതലയുണ്ടായിരുന്നത് മഹാരാഷ്ട്രയിൽ പ്രധാനപ്പെട്ട ചുമതല നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ കാര്യം പിന്നീട് പറയാം. അദ്ദേഹം ഇപ്പോൾ ഒരു കിളി പറന്ന അവസ്ഥയിലാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വരുന്നത്. അദ്ദേഹം പറയുന്നത് 48 സീറ്റിൽ 31 തങ്ങൾക്കാണ് ലഭിച്ചത്. അതിനാൽ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളായിരുന്നു അധികാരത്തിൽ വരേണ്ടത്. പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന അവിശ്വസനീയമായ ഒരു തെരഞ്ഞെടുപ്പ് ബലമാണ് ഈ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ നൽകിയതെന്ന് അദ്ദേഹം പറയുന്നു. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. അദ്ദേഹം ഒരു കേരളത്തിൽ നിന്ന് പോയൊരു നേതാവാണല്ലോ. ഈ 2019 ഇലക്ഷനിൽ 19-1 ആയിരുന്നു. കോൺഗ്രസിന് 19 സീറ്റ്, അതോടൊപ്പം തന്നെ LDFൽ 1 സീറ്റും. എന്നിട്ട് പോലും അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഈ ഉസ്മാന്റെ സഹായത്തോടു കൂടി മുഖ്യമന്ത്രി ആകാനിരുന്ന ആളാണല്ലോ. എന്നിട്ട് പോലും പരാജയപ്പെട്ടൊരു വ്യക്തിയാണ് ആ ലോക്സഭയുടെ ട്രെൻഡ് അനുസരിച്ച് നിയമസഭയെ വിലയിരുത്തുന്നതെന്ന് ഒരു പക്വതയില്ലാത്തൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മഹാരാഷ്ട്രയിലെ മറ്റൊരു ചുമതലക്കാരനായിരുന്ന കർണാടക ആഭ്യന്തരമന്ത്രിയായിരുന്ന പരമേശ്വരയാണ് ഇപ്പോൾ പാർട്ടിക്കെതിരെ വന്നിട്ടുള്ള. പാർട്ടി സംഘടനാപരമായി അവിടെ വീഴ്ചയുണ്ടെന്നും, അതോടൊപ്പം തന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ശിവസേനയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് സഖ്യം വന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കാര്യം, ഈ ഒരിക്കലും ഈ കോൺഗ്രസ് അണികൾക്ക് ശിവസേനയ്ക്ക് വോട്ട് നൽകാൻ കഴിയില്ല. സമാനമായ രീതിയാണ് കോൺഗ്രസിനും ശിവസേനയിലെ അണികൾക്ക് വോട്ട് നൽകാൻ കഴിയില്ല. കാരണം ഈ പാർട്ടി ബാൽ താക്കറെ രൂപീകരിച്ചത് തന്നെ കോൺഗ്രസിൻ്റെ മുസ്ലിം പ്രീണനവും അതോടൊപ്പം തന്നെ ഈ മുംബൈ കേന്ദ്രീകരിച്ച് നഗരപ്രദേശങ്ങളിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ചില ന്യൂനപക്ഷ പ്രീണനങ്ങൾ നടത്തുന്നു. അതിനെ തിരിച്ചടിക്കാനായാണ് ശിവസേന രൂപീകരിക്കുന്നത്. അതിനാൽ തന്നെ ശിവസേന പ്രവർത്തകർക്ക് എങ്ങനെ കോൺഗ്രസിലേക്ക് വോട്ട് നൽകാൻ കഴിയും, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകാൻ കഴിയുമെന്ന് തുടക്കം മുതൽ തന്നെ ഈ സഖ്യം രൂപീകരിച്ചപ്പോൾ മുതലുണ്ടായിരുന്ന സംശയമാണ്. അതെന്തായാലും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ കോൺഗ്രസിൻ്റെ ഉന്നതനായ നേതാവ് പറയുന്നത്, പരമേശ്വര പറയുന്നത്, പല മണ്ഡലങ്ങളിലും ഈ കോൺഗ്രസിന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം വോട്ട് ചെയ്തിട്ടില്ല. അവർ വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പരാജയം സമ്മതിച്ചതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ തങ്ങൾ ശിവസേനയ്ക്ക് വേണ്ടി പലയിടത്തും അഹോരാത്രം പ്രവർത്തിച്ചു. പക്ഷേ മറിച്ച് അത്തരം ഒരു പ്രവർത്തനം ഉണ്ടായില്ല. അവരുടെ മുതിർന്ന നേതാക്കൾ തന്നെ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ മണ്ഡലത്തിലെത്തി പ്രചരണം നയിക്കുവാനുള്ള സഹായങ്ങൾ ചെയ്തില്ല. ഈ പോസ്റ്റർ ഉൾപ്പെടെ അല്ലാത്ത പ്രചരണങ്ങളുണ്ടല്ലോ, അതിനൊന്നും സഹകരിച്ചില്ലെന്നും
അദ്ദേഹം പറയുകയാണ്. അതോടൊപ്പം തന്നെ ശരത് പവാർ വിഭാഗത്തെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. എന്തായാലും ഈ രാഷ്ട്രീയത്തിൽ നമുക്കൊരു അത്ഭുതമായിരുന്നു. ഈ ജമ്മു കാശ്മീറുമായി ബന്ധപ്പെട്ടൊരു സഖ്യമുണ്ടായിരുന്നല്ലോ, BJP PDP സഖ്യം. അത് പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷമെന്ന് പറയാം. അല്ലാതെ ഇത്തരമുള്ള ഒരു സഖ്യമാണ് ഇപ്പോൾ നാളെ കേരളത്തിൽ മുസ്ലിം ലീഗും BJPയും സഖ്യം ചേർന്ന ചിലപ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അവർ സഖ്യമായി പോയാൽ ഈ അണികളെ എങ്ങനെ ബോധ്യപ്പെടുത്തും? നേതാക്കൾക്ക് ചിലപ്പോൾ കൈ കൊടുത്ത് നിൽക്കാൻ, ഫോട്ടോ എടുക്കാനുള്ള ശ്രമം നടത്താൻ. പക്ഷേ ഈ അണികളെ പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. അതിനെന്തായാലും ഈ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം കുറേ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെയും വിമർശനങ്ങൾ പറയുന്നു. പ്രത്യേകിച്ച് പറയുന്നത് എന്താണോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണോ പ്രചരണം നടത്തിയത് അതിന് സമാനമായി തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. മറിച്ച് BJP ആണെങ്കിൽ 2024 തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായിട്ടുള്ളൂ. ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പുതിയൊരു തന്ത്രങ്ങളുമായി ജനങ്ങളെ സമീപിച്ചു. മറുപക്ഷത്ത് പഴയ തന്ത്രം തന്നെ, ആ പഴയ തന്ത്രം വെച്ച് തന്നെ മുന്നോട്ട് പോയി. അതിനാലാണ് ഈ പരാജയം സംഭവിച്ചതെന്ന് പറയുന്നത്. എന്തായാലും മഹാവികാസ് അഘാടി വലിയ തകർച്ചയുടെ വക്കിലേക്ക് പോവുകയാണ്. ഇനി ഈ സഖ്യം ചിലപ്പോൾ പിരിയാനുള്ള സാധ്യതയുമുണ്ട്. തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു ശരത് പവാറിന് ഇനി താല്പര്യം NDAയോടെയാണ്. BJPയോട് കൂടിച്ചേർന്ന് അദ്ദേഹത്തിൻ്റെ മകളെ കേന്ദ്രമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാൻ അത്തരത്തിലുള്ള പ്രവർത്തനവുമായാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ RSS ഇടപെട്ട് ഉദ്ധവ് വിഭാഗത്തിനെയും തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ ഒറ്റപ്പെടുകയാണ്. വലിയ അദ്ദേഹത്തിൻ്റെ പല പ്രചരണങ്ങളും ഉണ്ടായിരുന്നു. ഈ അംബേദ്കറിനെ എല്ലാം മുൻനിർത്തിയാണല്ലോ അദ്ദേഹം 2024 പ്രചരണം നടത്തിയത്. ഈ അംബേദ്കറും അതോടൊപ്പം തന്നെ ഭരണഘടനയും എല്ലാം മുൻനിർത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പല പ്രചരണങ്ങളും ഉണ്ടായത്. അതിൻ്റെ എല്ലാം കേന്ദ്രം മഹാരാഷ്ട്രയായിരുന്നു. നാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കേന്ദ്രം മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ആയിരിക്കും. ഈ രണ്ട് സംസ്ഥാനങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രചരണങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സംവരണം ഇവിടെ നിർത്തലാക്കാൻ പോവുകയാണ്, അതോടൊപ്പം തന്നെ ഭരണഘടനയെ മാറ്റിയെഴുതാൻ പോവുകയാണ്, അംബേദ്കറിനെ മറക്കുകയാണ് എന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തുടക്കം സവർക്കറിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷെ അതിന് തടയിടാൻ ശിവസേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശിവസേന പറഞ്ഞ് കണ്ണുരട്ടിയതും അതോടെ തന്നെ അദ്ദേഹം ഈ പ്രസ്താവനകൾ സവർക്കറിനെതിരെയുള്ള ഈ വിമർശനങ്ങൾ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഇനി എന്തായാലും ഇന്ത്യ സഖ്യത്തിന് തന്നെ ഇനി വരും കാലങ്ങളിൽ ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത എന്തായാലും കാണുന്നില്ല. കാരണം ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിലും ഇന്ത്യ സഖ്യവുമായി നിന്നാണ് കോൺഗ്രസ് മത്സരിച്ചത്. ഇത്തവണ അവർക്ക് ഒരു സീറ്റ് പോലും മത്സരിക്കാൻ നൽകിയിട്ടില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചർച്ച നടക്കുമല്ലോ, അപ്പോൾ ഈ കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത് തങ്ങളുമായി കൂടിയാലോചിച്ച് തങ്ങൾക്ക് സീറ്റ് നൽകിയായിരിക്കും അഖിലേഷ് യാദവ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതെന്നാണ് കോൺഗ്രസ് വിചാരിച്ചത്. പക്ഷേ ഒരു ദിവസം രാവിലെ രാഹുൽ ഗാന്ധി ഉണർന്നപ്പോൾ 9 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് അഖിലേഷ് യാദവ് പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. അവിടെ ഇപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് അത് അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസിനെ കൊണ്ട് ഇപ്പോൾ ഞാൻ മുൻപ് ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഇവിടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടക്കാതെ ഒന്നും വല്ല കഷ്ടപ്പെടാതെ തന്നെ മൻമോഹൻ സിംഗ് 2009 206 സീറ്റ് വാങ്ങി. വലിയ പ്രചരണം. അദ്ദേഹത്തെ എല്ലാവരും കളിയാക്കുന്നത് മൗനി ബാബ എന്ന തരത്തിലാണ്. അദ്ദേഹത്തിന് 206 സീറ്റ് ഒറ്റയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്. പക്ഷേ ഇത്രയും സ്നേഹത്തിന്റെ കട തുറന്ന രാഹുൽ ഗാന്ധി ആദ്യവട്ടം 44 പിന്നീട് മത്സരിച്ചപ്പോൾ അത് 54 ഇപ്പോൾ 99 ഇന്നലെ ഒരു സീറ്റ് പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ 98 ചുരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ കൊണ്ട് എന്തായാലും ഇനി ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയില്ലെന്ന് സഖ്യകക്ഷികൾക്ക് ബോധ്യമായിട്ടുണ്ട്. അത് ബീഹാറിലും കണ്ടതാണ്. പണ്ട് ബീഹാറിൽ ഈ തേജസ്വി യാദവിന് മുഖ്യമന്ത്രിയാകണമെന്ന് വലിയ സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കോൺഗ്രസിന് സീറ്റ് നൽകുക. കോൺഗ്രസ് പറഞ്ഞ് ഞങ്ങൾ ഇവിടുത്തെ ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ്, ഞങ്ങൾക്ക് സീറ്റ് തരും, ഞങ്ങൾ വിജയിച്ചെടുക്കാമെന്ന് പറഞ്ഞ് പോയി. അങ്ങനെ തേജസ്വി യാദവ് കോൺഗ്രസിന് സീറ്റ് നൽകി. തേജസ്വി യാദവ് മത്സരിച്ചു. തേജസ്വി യാദവിൻ്റെ സീറ്റിൽ മുഴുവൻ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിന് കൊടുത്തത് പൂർണ്ണമായി തന്നെ കോൺഗ്രസ് തുലയ്ക്കുന്ന സാഹചര്യമുണ്ടായി. അതോടെ തന്നെ ഇവർക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല. അതോടെയാണ് നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി വരുന്നത്. അങ്ങനെ കോൺഗ്രസിനെ ആരെങ്കിലും സഹായിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അവർ കുത്തുപാള എടുക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. അതിനാൽ തന്നെ വരും തെരഞ്ഞെടുപ്പുകൾ ഇനി ബീഹാറിൽ ഇലക്ഷനുണ്ട്, ഡൽഹിയിലുണ്ട്. ഡൽഹിയിൽ എന്തായാലും 0 സീറ്റാണ്.
പിന്നെ ഡൽഹിയിലുള്ളത്. ചിലരുടെ അഭിപ്രായ പ്രകാരം പ്രിയങ്ക ഗാന്ധി ചിലപ്പോൾ മുൻനിർത്തിയായിരിക്കും അടുത്ത ഡൽഹിയിലെ പ്രചരണ പദ്ധതികൾ വീണ്ടും വയനാട് രാജിവെക്കേണ്ടി വരില്ലേ? അതെ, രാജിവെക്കേണ്ടി വരും. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് ഡൽഹി. അവിടെ തുടർച്ചയായി തന്നെ 15 കൊല്ലം കോൺഗ്രസ് അധികാരത്തിലിരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ വെറും 0 സീറ്റിലേക്ക് പോയിരിക്കുന്നത്. വീണ്ടും തങ്ങളുടെ ശക്തി തെളിയിച്ച് ഡൽഹി പിടിക്കാനുള്ള ശ്രമവുമായാണ് എന്തായാലും കോൺഗ്രസ് മുന്നോട്ട് വരുന്നത്. പക്ഷേ രാജ്യത്ത് ഈ ചില സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ബലം കാണിക്കുന്നത് കോൺഗ്രസ് ഇനി ചിത്രത്തിൽ നിന്നും പൂർണ്ണമായി ഇല്ലാതാവുകയാണ്. ചെറിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സാധിച്ചെങ്കിലും അത് പൂർണ്ണമായി തന്നെ തകിടം മറിയുകയാണ്. രാഹുൽ ഗാന്ധി ചിലപ്പോൾ രാഹുൽ ഗാന്ധി മാറി ഇനി പ്രിയങ്കയിലേക്കായിരിക്കും കോൺഗ്രസിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള കോൺഗ്രസ് അണികൾ തന്നെ സ്വപ്നം കാണുന്നത്. ഇനി അത് പ്രിയങ്ക ഗാന്ധിക്കെങ്കിലും അത് സാധിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.